supposed to be a very happy moment for me, but I'm not very happy because I'm very sad about the suffering of my people in Wayanad. സത്യത്തിൽ ഇത് സന്തോഷിക്കേണ്ട ഒരു നിമിഷമാണ്. പക്ഷേ ഞാൻ സന്തോഷവാനല്ല. വയനാട്ടിലെ എൻ്റെ ജനങ്ങൾ അതീവ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം ബന്ധങ്ങളും ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട ആ ജനങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്നും സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. താൻ അഭിനയിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ തന്റെ 15ാമത് ഫിലിംഫെയർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ആ വേദിയിൽ വെച്ച് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണിവ. അവാർഡ് ലഭിച്ച സന്തോഷത്തിലും വയനാട്ടിലെ ദുരിതബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു മമ്മൂട്ടി. സൗത്ത് ഇന്ത്യയുടെ വലിയ ആഘോഷരാവായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വെച്ച് നടന്നത്. 69ാമത് സൗത്ത് ഫിലിംഫെയർ അവാർഡുകളുടെ പ്രഖ്യാപനം. പതിവ് പോലെ മലയാളത്തിന് അഭിമാന നിമിഷമായിരുന്നു ഓരോ അവാർഡുകളും. ഇത്തവണയും അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് അവാർഡ് ലഭിച്ചത്. മലയാളത്തിൽ നിന്ന് നിരവധി അഭിനേതാക്കളും ടെക്നീഷ്യന്മാരും അവാർഡ് നൈറ്റിൽ പങ്കെടുത്തു. മലയാളത്തിലെ അവാർഡുകൾക്കായി മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ ഇത്തവണ മികച്ച നടനായി അവാർഡ് നേടിയത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി തന്റെ 15ാമത് സൗത്ത് ഫിലിംഫെയർ അവാർഡ് നൈറ്റ്സിലാണ് ഇത്തവണ പങ്കെടുത്തത്. ശരിക്കും ഏറെ അഭിമാന നിമിഷമാണെങ്കിലും കേരളത്തിന്റെ ദുഃഖത്തിനൊപ്പമാണ് താനുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. ഇത് തന്റെ 15ാമത് ഫിലിംഫെയർ അവാർഡാണ്. നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത്. ഇതൊരു ബൈലിംഗ്വൽ ചിത്രമാണ്. തമിഴിലും മലയാളത്തിലുമാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ചിത്രം താൻ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. തന്റെ സംവിധായകരോടും നൻപകൽ നേരത്തെ മയക്കം ചിത്രത്തിലെ ക്രൂവിനോടും പിന്നെ തന്റെ ഒപ്പം അഭിനയിച്ചവർക്കും നന്ദി പറയുന്നു. ഈ ചിത്രത്തിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും താൻ നന്ദി പറയുന്നു. ഇത് ശരിക്കും ഏറെ സന്തോഷിക്കേണ്ട ഒരു സമയമായിരുന്നു. എന്നാൽ തനിക്കിത് ദുഃഖകരമായ ഒരു സമയമാണ്. വയനാടിന്റെ ഈ ദുരവസ്ഥയിൽ ഏറെ വിഷമമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അവിടെ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും കഴിയുന്നത് പോലെ സഹായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുക. നന്ദി എന്നാണ് മമ്മൂട്ടി പറഞ്ഞത്. മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ ഏറെ മനസ്സിൽ തട്ടുന്നതായിരുന്നു. അവാർഡ് ലഭിച്ചപ്പോഴും മലയാളികളുടെ ആ ദുഃഖത്തിനൊപ്പം കൈകോർത്ത് നിൽക്കുകയാണ് മമ്മൂട്ടി. വേദിയിൽ വിക്രം, സിദ്ധാർത്ഥ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. മമ്മൂട്ടി വേദിയിൽ എത്തിയപ്പോൾ തന്നെ ആളുകൾ ഏറെ ആവേശത്തോടെയാണ് വരവേറ്റത്. അതേസമയം അവാർഡ് വേദിയിലെത്തിയ ജൂഡ് ആന്റണി ജോസഫും വയനാടിനായി തന്നെയാണ് സംസാരിച്ചത്. മലയാളത്തിലെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് നേടിയത് ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത 2018 2018 കേരളം നേരിട്ട പ്രളയത്തെക്കുറിച്ചായിരുന്നു ചിത്രത്തിന്റെ കഥ. മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് വാങ്ങാൻ വന്ന ഈ നിമിഷവും ജൂഡ് ആന്റണി ജോസഫ് കേരളത്തിലെ ഉള്ളുലച്ച വേദനയിലാണ് സംസാരിച്ചത്. ഇത്രയും വലിയ താരങ്ങൾക്ക് മുന്നിൽ വെച്ച് അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രവുമല്ല ഹൈദരാബാദിൽ വെച്ച് ഈ അവാർഡ് നേടിയാലും സന്തോഷം. കാരണം തന്റെ സിനിമ 2018 പല ഭാഗങ്ങളും ഹൈദരാബാദിൽ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഈ സിനിമ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 2018 എന്ന സിനിമ കേരളത്തിലുണ്ടായ പ്രളയത്തെ ആസ്പദമാക്കി എടുത്തതാണ്. താനും ഇതിൽ അഭിനയിച്ച പല താരങ്ങളും 2018 ആ പ്രളയത്തെ അതിജീവിച്ചവരാണ്. അതിനാൽ തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു സിനിമ ചെയ്യണമെന്നും പ്രേക്ഷകരിലേക്ക് അതൊരു മെസ്സേജ് പോലെ എത്തിക്കണമെന്നും അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ വീണ്ടും അത്തരമൊരു ദുരന്ത മുഖമാണ് കേരളം നേരിട്ടിരിക്കുന്നത്. വയനാട്ടിൽ ഈ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നുവെന്നും അതിനാൽ തനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. തന്റെ ഈ അവാർഡ് മലയാളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നുമാണ് ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞത്. ജൂഡിനൊപ്പം പുരസ്കാര വേദിയിൽ നടി ഐശ്വര്യ രാജേഷും ഉണ്ടായിരുന്നു. അതേസമയം നിരവധി താരങ്ങളാണ് ഹൈദരാബാദിലെ അവാർഡ് പരിപാടിയിൽ പങ്കെടുത്തത്. മലയാളത്തിൽ നിന്നും ജഗദീഷ്, പൂർണിമ, ഇന്ദ്രജിത്ത്, ജൂഡ് ആന്റണി ജോസഫ്, ജോജു ജോർജ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദ കോർ എന്നീ ചിത്രങ്ങളായിരുന്നു നോമിനേഷനിലുണ്ടായിരുന്നത്. എന്നാൽ നൻപകൽ നേരത്ത് മയക്കത്തിനാണ് അവാർഡ് നേടിയത്. കാതൽ ദ കോർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജ്യോതികയ്ക്ക് ബെസ്റ്റ് ആക്ട്രസ് ക്രിട്ടിക്സ് അവാർഡും ലഭിച്ചു. തുറമുഖം, ഇരട്ട, പുരുഷപ്രേതം, നേര് തുടങ്ങിയ സിനിമകളിലെ അഭിനയത്തിന് നിരവധി അവാർഡുകൾ നേടാൻ സാധിച്ചു. സൗത്ത് ഇന്ത്യയിലെ മികച്ച താരങ്ങളൊക്കെയും പരിപാടിയിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.